സംസ്ഥാനത്തെ സർവകലാശാലകൾ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ തലത്തിലേക്ക് ഉയരണമെങ്കിൽ കുറഞ്ഞത് 10.5 വർഷം പരിശ്രമിക്കണമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബി അശോക് IAS. കൊച്ചി അമൃത ബ്രഹ്മസ്ഥാനം ക്യാമ്പസിൽ പുതിയ ബാച്ച് വിദ്യാർത്ഥികളെ വരവേൽക്കുന്ന സമാരംഭം 2025 മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു ഡോക്ടർ ബി അശോക്. സ്കൂൾ ഓഫ് ആർട്സ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഭാഗങ്ങളിൽ പുതിയതായി എത്തിയ 700ഓളം വിദ്യാർത്ഥികളെ വരവേൽക്കുന്ന ചടങ്ങിലാണ് പ്രമുഖർ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ഗുണനിലവാരങ്ങൾ നിരീക്ഷിച്ചത്. ക്യാമ്പസ് ഡയറക്ടറും ഡീനുമായ ഡോക്ടർ യു കൃഷ്ണകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. When you try to study about one star, when you look through the telescope, when you see the millions of stars shining in the sky, you will come to know one lifespan is not enough to study about even one star. When you learn more and more, you will come to know your limitation, you become more humble, more simple. അമൃത വിശ്വവിദ്യാപീഠത്തിൽ തുടർ പഠനം നടത്താൻ വിദ്യാർത്ഥികൾ എടുത്ത തീരുമാനം അഭിനന്ദനാർഹമാണെന്ന് ഡോക്ടർ ബി അശോക് IAS പറഞ്ഞു. There are a few distinct things which Amrita is noted for. For instance, many of us forget that Amrita, of course, is the best ranked overall university in the state of Kerala, and it exceeds the best public university by 14 marks in that ranking schedule, 14 distinct marks. So suppose the best ranked, I am talking about the Kerala University, is to match Amrita's present grading at the present rate of growth which that university is able to muster on an annual basis. It will take 10.5 years to match Amrita in its present grading. I hardly recognize whether all of us are prescient about that fact. അമൃത സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്കുലർ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ശാന്തികുമാർ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. USA ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് മുൻ പ്രൊഫസർ ഡോക്ടർ നാരായണൻ മേനോൻ കൊമരേത്ത്, USA ഹ്യൂസ്റ്റൺ സർവകലാശാലയിലെ സോഷ്യോളജി ആൻഡ് ഇന്ത്യ സ്റ്റഡീസിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ശരത് മേനോൻ, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലെ ഗവേഷകനും FACT കൊച്ചിയിലെ മുൻ സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയറും ചീഫ് എഞ്ചിനീയറുമായ ഡോക്ടർ PK രാജശേഖർ തുടങ്ങിയവർ സമാരംഭം 2025 വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി.